എവ്രിവൺ, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ലെയർ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് അരി കൃത്യമായി ഒന്ന് അളന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ റോസ് അരിയാണ് എടുക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ അളന്ന് മാറ്റുന്നതും. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും അളന്ന് മാറ്റാവുന്നതാണ്. അരി കൃത്യമായി അളന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് നന്നായി കഴുകിയെടുക്കണം. 4 വട്ടമെങ്കിലും കഴുകണം കേട്ടോ. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ആ ടൈമിൽ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, തൈര് നമ്മൾ ഒഴിക്കുന്നത് ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി അതിലേക്കൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 20 മിനിറ്റ് എങ്കിലും നമുക്ക് മാറ്റി വയ്ക്കണം. ആ ടൈമിൽ നമുക്ക് എണ്ണ ചൂടാകാൻ വയ്ക്കാം. ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഓരോ പീസായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ട പാകമായിട്ടുണ്ട്. നമ്മളിവിടെ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ഒരിക്കലും ചെയ്യരുത്. ഭയങ്കരമായിട്ട് ചിക്കൻ ഡ്രൈ ആയി പോവും, ഭയങ്കര ഒരു ബലം വെച്ച് പോവും. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. റൈസ് പ്രിപ്പയർ ചെയ്യാൻ ഏത് പാത്രമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലെങ്കിലും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലേവേഴ്സ് കറക്റ്റ് ആ നെയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ചതച്ചിട്ട് ഇടാൻ പറയുന്നത്. അതിന് ശേഷം അതിലേക്ക് നമുക്ക് പട്ടയില കൂടി ചേർത്ത് കൊടുക്കാം. പട്ടയിലേക്ക് ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ 6 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് തിളപ്പിക്കാം. വെള്ളമൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മാക്സിമം കുക്ക് ചെയ്യാൻ നോക്കുക. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുക. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി റൈസ് കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം, അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ടൈമിൽ നമുക്ക് കാഷ്നട്ട്, മുന്തിരി, സവാള ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ആവശ്യത്തിനനുസരിച്ചുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആദ്യം കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ട് ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കതിലേക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്ത് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിയിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചുള്ള സവാള നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്വീറ്റ്നെസ്സും നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് ഒരു 5 സവാള, 5 പച്ചമുളക്, 1 പിടി പുതിനയില, 1 പിടി മല്ലിയില, 2 തക്കാളി പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി അതിന് വേണ്ട മസാലകൾ നോക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. ചിക്കൻ വറുത്ത അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ സവാള വഴറ്റാനായിട്ട് ഇടുന്നത്. നമുക്ക് സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഇത്ര എണ്ണയുടെ ആവശ്യമുള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അളന്ന് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫുള്ളായിട്ട് തട്ടിയത്.
പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പുതിനയുടെയും മല്ലിയുടെയും ആ ഒരു പച്ച സ്മെല്ല് മാറുന്ന സമയം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി വഴണ്ട് വരണം. ഈ മസാലയിൽ നല്ലപോലെ മിക്സായി വരുന്ന രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാലോ ഫ്രൈ ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു അര ഗ്ലാസ് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്ക് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അത് വീഡിയോയിലില്ല, സ്കിപ്പായി പോയതാണ്. അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ മസാലയൊക്കെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മസാല കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ദമ്മിട്ട് കൊടുക്കാം. ഇവിടെ ദം ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം റൈസ് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കനും മസാലയൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് അങ്ങനെ ഒരു 3 ലെയറെങ്കിലും വന്നതിന് ശേഷമാണ് നമ്മൾ ദമ്മ് ഫിനിഷ് ചെയ്യുക. ഓരോ നാട്ടിലും ദം ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്താൽ മതിയാവും. പക്ഷേ ലെയർ ദം ബിരിയാണി ആയ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു 3 ലെയറെങ്കിലും വരുന്ന രീതിയിൽ ചെയ്താലായിരിക്കും കറക്റ്റ് നമ്മുടെ മസാലയൊക്കെ റൈസിൽ പിടിച്ച് കിട്ടത്തുള്ളൂ. ലെയർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെൻറ്ററിൽ മാത്രം ഇട്ട് കൊടുക്കാതെ സൈഡിലും സെൻറ്ററിലൊക്കെ ഒരേ അളവിൽ തന്നെ റൈസും മസാല ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ അത് കറക്റ്റ് ദമ്മിൽ വരുള്ളൂ. ഗ്യാപ്പ് വരാൻ പാടില്ല. നല്ല ടൈറ്റിൽ തന്നെ ഇരിക്കണം ഈ റൈസും മസാലയും. എന്നാലാണ് ഇതിൻ്റെ ആ ഒരു മസാല റൈസിൽ ചെന്ന് പിടിച്ച് കറക്റ്റ് ആ ഫ്ലേവറിൽ നമുക്ക് ആ റൈസ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 ലെയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസും അതിൻ്റെ മുകളിലേക്ക് ബാക്കി മസാലയും കൂടിയിട്ട് ഒരു ലെയർ റൈസും കൂടി വന്നു കഴിഞ്ഞാൽ 3 ലെയർ കംപ്ലീറ്റ് ആയി. ഏകദേശം ഒരു 3 ലെയറെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത്രയും കൂടി നല്ലതായിരിക്കും. ഇനി നമുക്ക് എല്ലാം ഒന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് പ്രസ് ചെയ്യണ്ട, കുറച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്, മുന്തിരി, കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഇത് ചേർക്കുന്നത്. ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് വാഴയില വെച്ച് ആദ്യം മൂടണം. എന്നിട്ട് മാത്രമേ ഇതിൻ്റെ കറക്റ്റ് അളവിനുള്ള മൂടി വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ. വാഴയില വെച്ച് മൂടാൻ പറയുന്നത് അതിൻ്റെ ഈർപ്പവെള്ളം, നമ്മൾ അടച്ച് ദം ചെയ്യുമ്പോൾ അതിൻ്റെ ഈർപ്പവെള്ളം റൈസിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നല്ല ടൈറ്റിൽ വാഴയില വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ ഓവർ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ദം ചെയ്യാനുള്ളത് വെച്ച് കൊടുത്ത് ഇതിൻ്റെ അടപ്പിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളൊരു അരമണിക്കൂർ ദമ്മിട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈർപ്പവെള്ളവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും ശ്രദ്ധിച്ച് തന്നെ എടുക്കാൻ നോക്കുക. നമ്മുടെ ചിക്കൻ ലെയർ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തു നോക്കാം. ഇളക്കി കൊടുക്കുമ്പോഴാണ് അടിപൊളി സ്മെല്ല് വരിക. മസാലയുടെയും റൈസിൻ്റെയൊക്കെ മിക്സ് ആയിട്ടുള്ള സ്മെല്ല് വരിക. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ബിരിയാണി. നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പോവല്ലേ, ലാസ്റ്റ് ഇത് കഴിച്ചിട്ടുള്ള ഒരു ജെനുവിൻ റിവ്യൂ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതെടുത്ത് കഴിക്കും, പാർട്സ് എടുക്കുക. ഇത് ചിക്കൻ പാർട്സ് സൂപ്പറായിട്ടുണ്ട്. പറയില്ല, തലയാട്ടില്ല. സൂപ്പറായിട്ട് സൂപ്പർ അടിപൊളി ബിരിയാണി. കഴിക്കരുത് and സൂപ്പർ
നന്നായിട്ടുണ്ട്. ആ